സ്വാഗതം ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്മാർട്ട് വിന്നർ യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് മറ്റൊരു മോക്ക് ടെസ്റ്റാണ്. LDC മെയിൻ പരീക്ഷ, അതുപോലെ ഡിഗ്രി ലെവൽ പ്രാഥമിക പരീക്ഷ എന്നിവയ്ക്ക് വേണ്ടിയുള്ള മോക്ക് ടെസ്റ്റാണ്. 40 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ്, അതുപോലെ പുതിയ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് എന്നിവ ഉൾപ്പെടെ 40 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും നന്നായിട്ട് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. നിരന്തരമായ നിങ്ങളുടെ പരിശ്രമം തീർച്ചയായിട്ടും നിങ്ങളെ റാങ്ക് ലിസ്റ്റിലെത്തിക്കും, ഉറപ്പാണ്. നമ്മുടെ ഇന്നത്തെ മോക്ക് ടെസ്റ്റിലേക്ക് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2020 ബാലസാഹിത്യ പുരസ്കാരം നേടിയ കൃതി ഏത്? ഓപ്ഷൻ എ വാഴ്ത്തപ്പെട്ട പൂച്ച എന്ന കൃതിക്കാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2020 ബാലസാഹിത്യ പുരസ്കാരം നേടിയ കൃതിയാണ് വാഴ്ത്തപ്പെട്ട പൂച്ച. എഴുതിയത് ആരാണ്? ഗ്രേസിയാണ് വാഴ്ത്തപ്പെട്ട പൂച്ച എഴുതിയത്. അതായത് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2020 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? ഗ്രേസിക്ക് ഫോർ വാഴ്ത്തപ്പെട്ട പൂച്ച. അതുപോലെ ഫ്രണ്ട്സ്, ഏതൊരു PSC പരീക്ഷയ്ക്കും നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന രീതിയിൽ kerala.pscwinner.co.in എന്ന നമ്മുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ ക്വിസുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാ PSC പരീക്ഷകൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ക്വിസുകളാണ്. ഈ ക്വിസുകളുടെ വെബ്സൈറ്റ് ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിച്ച് വെബ്സൈറ്റ് ക്വിസുകൾ കൂടി മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. നാസയുടെ പര്യവേക്ഷണ ദൗത്യമായ പെർസിവിയറൻസ് ഏത് ആകാശഗോളവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി ചൊവ്വയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നാസയുടെ പര്യവേക്ഷണ ദൗത്യമായ പെർസിവിയറൻസ് ചൊവ്വയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ 2021 ഫെബ്രുവരിയിൽ ചൊവ്വയിൽ ഇറങ്ങിയ നാസയുടെ പര്യവേക്ഷണ ദൗത്യമാണ് പെർസിവിയറൻസ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്ന അർദ്ധ അതിവേഗ റെയിൽപാതയായ സിൽവർ ലൈൻ കടന്നു പോകുന്ന ജില്ലകളുടെ എണ്ണം എത്ര? ഓപ്ഷൻ ബി 11 ജില്ലകളിലൂടെയാണ് കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്ന അർദ്ധ അതിവേഗ റെയിൽപാത സിൽവർ ലൈൻ കടന്നു പോകുന്നത്. 11 ജില്ലകളിലൂടെ. അപ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 4 മണിക്കൂർ കൊണ്ട് ചെന്നെത്താവുന്നതാണ് ഈ സിൽവർ ലൈൻ പ്രാവർത്തികമായാൽ. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 51ാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ 2020 മികച്ച ചിത്രം ഏതാണ്? ഓപ്ഷൻ സി ഇൻടു ദ ഡാർക്ക്നെസ് എന്ന ചിത്രമാണ് 51ാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ 2020യിൽ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുത്തത് ഇൻടു ദ ഡാർക്ക്നെസ്. ഇൻടു ദ ഡാർക്ക്നെസ് സംവിധാനം ചെയ്തത് ആരാണ്? ആൻഡേഴ്സ് റഫിനാണ് ഇൻടു ദ ഡാർക്ക്നെസ് സംവിധാനം ചെയ്തത്. ആൻഡേഴ്സ് റഫിൻ. അതുപോലെ നമുക്കറിയാം, ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയുടെ സ്ഥിര ആസ്ഥാനം എവിടെയാണ്? ഗോവയിലാണ്. ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയുടെ സ്ഥിരം ആസ്ഥാനമാണ് ഗോവ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 67ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്ത മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം സംവിധാനം ചെയ്തതാര്? ഓപ്ഷൻ ഡി പ്രിയദർശനാണ് 67ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുത്ത മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം എന്ന ചിത്രം സംവിധാനം ചെയ്തത് പ്രിയദർശൻ. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയുടെ ഇപ്പോഴത്തെ സോളിസിറ്റർ ജനറൽ ആര്? ഓപ്ഷൻ എ തുഷാർ മേത്തയാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ സോളിസിറ്റർ ജനറൽ. ആരാണ്? തുഷാർ മേത്ത. നമുക്കറിയാം KK വേണുഗോപാലാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ അറ്റോർണി ജനറലാണ്. KK വേണുഗോപാൽ. അതുപോലെ അജിത് ഡോവലാണ് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ. ആരാണ്? അജിത് ഡോവൽ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. താഴെ പറയുന്നവയിൽ കോൺവെക്സ് ദർപ്പണങ്ങൾ ഉപയോഗിക്കുന്നവ കണ്ടെത്തുക. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന സ്ട്രീറ്റ് ലൈറ്റുകൾ, സോളാർ കുക്കർ, റിയർ വ്യൂ മിറർ, ടോർച്ച് ലൈറ്റുകൾ. അപ്പോൾ ഇവയിൽ നിന്ന് കോൺവെക്സ് ദർപ്പണം ഉപയോഗിക്കുന്നവ കണ്ടെത്തുക. അതിൻ്റെ ഓപ്ഷൻസ് ആണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ ബി 1 and 2 ആണ്. അതായത് സ്ട്രീറ്റ് ലൈറ്റുകളിലും റിയർ വ്യൂ മിററുകളിലും മാത്രമാണ് കോൺവെക്സ് ദർപ്പണങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. കോൺവെക്സ് ദർപ്പണം ഉപയോഗിക്കുന്നത് ഒരു വിശാലമായ ഒരു ഉപയോഗത്തിനായിട്ടായിരിക്കും. എന്നാൽ അതേസമയം കോൺകേവ് ദർപ്പണം ഉപയോഗിക്കുന്നത് ഒരു ബിന്ദുവിലേക്കോ അല്ലെങ്കിൽ കേന്ദ്രീകൃതമായ ഒരു
കാര്യത്തിനോ ആയിട്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം, സ്ട്രീറ്റ് ലൈറ്റുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? വളരെ വിശാലമായ ഒരു ഏരിയയിലേക്ക് പ്രകാശം പരത്തുന്നതിനാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ റിയർ വ്യൂ മിറർ, വാഹനങ്ങളുടെ റിയർ വ്യൂ മിറർ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? പുറകുവശത്തെ ഒരു കുറച്ച് കൂടുതൽ ഭാഗത്തിൻ്റെ ആ സംഭവം കാണുന്നതിന് വേണ്ടിയാണ് നമ്മൾ റിയർ വ്യൂ മിറർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ രണ്ടു കേസിലും നമ്മൾ ഏത് ഉപയോഗിക്കും? കോൺവെക്സ് ദർപ്പണമാണ് ഉപയോഗിക്കുക വിശാലമായ കാര്യങ്ങൾക്ക്. ഇനി നിങ്ങൾ അടുത്തത് നോക്കുക, സോളാർ കുക്കറിലും ടോർച്ച് ലൈറ്റുകളിലും ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? കോൺകേവ് ദർപ്പണമാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം, സോളാർ കുക്കർ എന്ന് പറയുന്നത് എന്താണ്? അത് സൂര്യരശ്മികളെ കേന്ദ്രീകരിച്ചിട്ട് അങ്ങനെ പ്രകാശ തീവ്രത കൂട്ടി ആണ് സോളാർ കുക്കറിൽ കുക്കിംഗ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്യുന്നു? കേന്ദ്രീകരണമാണ് അവിടെ ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ ടോർച്ച് ലൈറ്റുകൾ, അവിടെയും എന്താണ് ചെയ്യുന്നത്? കേന്ദ്രീകൃതമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ സംശയം തോന്നും, നിങ്ങൾ സ്ട്രീറ്റ് ലൈറ്റിനെ കുറിച്ചും അതുപോലെ ടോർച്ച് ലൈറ്റിനെ കുറിച്ചും ചിന്തിക്കുക. അപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് വിശാലമായ ഒരു ഏരിയയിലേക്കും അതേസമയം ടോർച്ച് ലൈറ്റ് ഒരു പോയിൻ്റഡ് ആയിട്ടുള്ള ആവശ്യത്തിനുമാണ് ടോർച്ച് ലൈറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ടോർച്ച് ലൈറ്റിലും ഉപയോഗിക്കുന്നത് ഏത് ദർപ്പണമായിരിക്കും? കേന്ദ്രീകരണത്തിന് വേണ്ടി കോൺകേവ് ദർപ്പണമായിരിക്കും. സോ ഇവിടെ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി 1 and 2. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ബ്ലാക്ക് ഫുട്ട് രോഗം ഏത് മൂലകവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ആഴ്സനിക്കുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ബ്ലാക്ക് ഫുട്ട് രോഗം ആഴ്സനിക്കുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, സ്വതന്ത്ര ഭാരതത്തിൽ കോൺഗ്രസിൻ്റെ ആദ്യ തെരഞ്ഞെടുപ്പ് ചിഹ്നം ഏതായിരുന്നു? ഓപ്ഷൻ ഡി നുകമേന്തിയ കാളകളായിരുന്നു. സ്വതന്ത്ര ഭാരതത്തിൽ കോൺഗ്രസിൻ്റെ ആദ്യ തെരഞ്ഞെടുപ്പ് ചിഹ്നം ഏതാണ്? നുകമേന്തിയ കാളകൾ ആയിരുന്നു. പത്താമത്തെ ക്വസ്റ്റ്യൻ, ആധുനിക റഷ്യയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ സി പീറ്റർ ചക്രവർത്തിയാണ്. ആധുനിക റഷ്യയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? പീറ്റർ ചക്രവർത്തി. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏത്? ഓപ്ഷൻ ഡി വൈറ്റമിൻ കെ ആണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ കെ. അതായത് ഒരു മുറിവുണ്ടായിക്കഴിഞ്ഞാൽ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ കോയാഗുലേഷൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ കെ ആണ്. കൊയാഗുലേഷൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ കെ. ഇനി അതുപോലെ തന്നെ ഫില്ലോക്വിനോൺ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ കെ ആണ്. ഫില്ലോക്വിനോൺ എന്നറിയപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ കെ. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ഒരേ രോഗിയിൽ ശ്വാസകോശവും ഹൃദയവും ഒരുമിച്ച് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയതാര്? ഓപ്ഷൻ ഡി ഡോക്ടർ ബ്രൂസ് റിക്സ് ആണ്. ഒരേ രോഗിയിൽ ശ്വാസകോശവും ഹൃദയവും ഒരുമിച്ച് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ലോകത്ത് ആദ്യമായിട്ട് നടത്തിയത് ഡോക്ടർ ബ്രൂസ് റിക്സ്. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം, ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ് രാഷ്ട്രപതി ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത്? ഓപ്ഷൻ ഡി ഭരണഘടനയുടെ 123ാം വകുപ്പ് അനുസരിച്ചാണ് രാഷ്ട്രപതി ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത്. ഭരണഘടനയുടെ 123ാം വകുപ്പ് അനുസരിച്ചാണ്. എന്നാൽ അതേസമയം 213ാം വകുപ്പ് അനുസരിച്ചാണ് ഗവർണർ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത്. 213ാം വകുപ്പ് അനുസരിച്ചും രാഷ്ട്രപതി ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത് 123ാം വകുപ്പ് അനുസരിച്ചുമാണ്. മാറിപ്പോകരുത്. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, രാസോർജം പ്രകാശോർജമായി മാറുന്ന പ്രവർത്തനം താഴെ പറയുന്നവയിൽ ഏത്? ഓപ്ഷൻ ഡി വിറക് കത്തുമ്പോഴാണ്. ഇവിടെ തന്നിട്ടുള്ളവയിൽ രാസോർജം പ്രകാശോർജമായിട്ട് മാറുന്ന പ്രവർത്തനം വിറക് കത്തുമ്പോഴാണ്. അപ്പോൾ ബാക്കിയൊക്കെ നമുക്കറിയാം, ബാറ്ററിയിൽ ഊർജം സംഭരിച്ചു വയ്ക്കുന്നത് ഏത് രൂപത്തിലാണ്? രാസോർജമായിട്ടാണ്. അപ്പോൾ ബാറ്ററിയിൽ സംഭവിക്കുന്ന ഊർജ്ജം മാറ്റം ഏതാണ്? രാസോർജം അവിടെ വൈദ്യുതോർജ്ജമായിട്ട് മാറുകയാണ്. ഇനി പ്രകാശ സംശ്ലേഷണ സമയത്ത് ഏത് ഊർജം സ്വീകരിക്കുന്നു? പ്രകാശോർജം സ്വീകരിക്കുന്നു. അപ്പോൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് പ്രകാശോർജം രാസോർജമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി അയൺ ബോക്സിൽ നമുക്കറിയാം, അയൺ ബോക്സിൽ വൈദ്യുതോർജ്ജം സ്വീകരിക്കുന്നു. അപ്പോൾ അങ്ങനെ അയൺ ബോക്സിൽ വൈദ്യുതോർജ്ജം എന്തായിട്ട് മാറുന്നു? താപോർജ്ജമായിട്ട് മാറുന്നു. കുറച്ച് പ്രകാശോർജവുമായിട്ട് മാറുന്നുണ്ട്.
ഇനി അതുപോലെ നമുക്കറിയാം ഏത് വസ്തുവിലും അടങ്ങിയിട്ടുള്ള ഊർജ്ജമാണ് രാസോർജ്ജം. അപ്പോൾ അതുകൊണ്ട് ഏതൊരു വസ്തുവും കത്തുമ്പോൾ രാസോർജ്ജത്തിനാണ് പരിണാമം സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വിറക് കത്തുമ്പോൾ രാസോർജ്ജം താപോർജ്ജമായിട്ടും പ്രകാശോർജ്ജവുമായിട്ടും മാറുന്നു. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി ആര്? ഓപ്ഷൻ ബി ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. നമുക്കറിയാം ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ ഏത് വർഷമായിരുന്നു? 1962 ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ 1962. 16ാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ മുന്നൊരുക്കം എന്നറിയപ്പെടുന്ന സംഭവം ഏത്? ഓപ്ഷൻ ഡി സ്പാനിഷ് കലാപമാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ മുന്നൊരുക്കം എന്നറിയപ്പെടുന്ന സംഭവമാണ് സ്പാനിഷ് കലാപം. 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം ഏത്? ഓപ്ഷൻ ഡി 1793 മുതൽ 1797 വരെയുള്ള കാലഘട്ടമാണ്. ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടമാണ് 1793 ടു 1797. 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ എ.ഒ. ഹ്യൂം വഹിച്ചിരുന്ന പദവി ഏത്? ഓപ്ഷൻ എ സെക്രട്ടറി എന്ന പദവിയായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ എ.ഒ. ഹ്യൂം വഹിച്ചിരുന്ന പദവിയായിരുന്നു സെക്രട്ടറി. 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. അമേരിക്കയുടെ എത്രാമത് പ്രസിഡന്റാണ് ഏബ്രഹാം ലിങ്കൺ? ഓപ്ഷൻ ഡി അമേരിക്കയുടെ 16ാമത് പ്രസിഡന്റാണ് ഏബ്രഹാം ലിങ്കൺ. അമേരിക്കയുടെ 16ാമത് പ്രസിഡന്റാണ്, പ്രധാനമാണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ക്ഷയരോഗത്തെക്കുറിച്ച് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ ഭൂമിയിലെ ഏറ്റവും പഴക്കം ചെന്ന രോഗം എന്നതാണ് ക്ഷയരോഗത്തെക്കുറിച്ച് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന. ഭൂമിയിലെ ഏറ്റവും പഴക്കം ചെന്ന രോഗം എന്നതാണ്. അപ്പോൾ നമുക്കറിയാം ഭൂമിയിലെ ഏറ്റവും പഴക്കം ചെന്ന രോഗം ക്ഷയരോഗമല്ല, കുഷ്ഠമാണ്. ഭൂമിയിലെ ഏറ്റവും പഴക്കം ചെന്ന രോഗമാണ് കുഷ്ഠം. ഇനി ബാക്കിയുള്ളതെല്ലാം ശരിയാണ്. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ക്ഷയരോഗമാണ്. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രോഗമാണ് ക്ഷയരോഗം. അതുപോലെ ക്ഷയരോഗ ചികിത്സയിൽ ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക് ഏതാണ്? സ്ട്രെപ്റ്റോമൈസിൻ ആണ്. ക്ഷയരോഗ ചികിത്സയിൽ ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക് ആണ് സ്ട്രെപ്റ്റോമൈസിൻ. അതുപോലെ വായുവിലൂടെ പകരുന്ന ഒരു രോഗമാണ് ക്ഷയരോഗം. അപ്പോൾ ഇതെല്ലാം ബാക്കിയെല്ലാം ശരിയാണ്. അപ്പോൾ തെറ്റ് ഇവിടെ എ ആണ്. സോ നമ്മുടെ ആൻസർ ഇവിടെ ഓപ്ഷൻ എ. 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ബ്രിട്ടീഷുകാർ വേലുത്തമ്പി ദളവയുടെ മൃതശരീരം കെട്ടിത്തൂക്കിയ സ്ഥലമേത്? ഓപ്ഷൻ ബി കണ്ണമ്മോലയിലാണ്. തിരുവനന്തപുരത്തെ കണ്ണമ്മോലയിലാണ് ബ്രിട്ടീഷുകാർ വേലുത്തമ്പി ദളവയുടെ മൃതശരീരം കെട്ടിത്തൂക്കിയ സ്ഥലമാണ് കണ്ണമ്മൂല, തിരുവനന്തപുരം. ഇനി അതുപോലെ നമുക്കറിയാം വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്ത ക്ഷേത്രം ഏതാണ്? മണ്ണടി ക്ഷേത്രം. പത്തനംതിട്ട ജില്ലയിലെ മണ്ണടി ക്ഷേത്രത്തിലാണ് വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്തത്. മണ്ണടി ക്ഷേത്രത്തിലാണ്. അതുപോലെ വേലുത്തമ്പി ദളവ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മണ്ണടിയിലാണ്. വേലുത്തമ്പി ദളവയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മണ്ണടി. 22ാമത്തെ ക്വസ്റ്റ്യൻ. ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ സ്ഥിരം വേദി എവിടെ? ഓപ്ഷൻ എ ദാവോസിലാണ്. ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ സ്ഥിരം വേദി എവിടെയാണ്? ദാവോസ്. 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സ്വതന്ത്ര ഇന്ത്യയിൽ എത്ര ദിവസമാണ് ഗാന്ധിജി ജീവിച്ചിരുന്നത്? ഓപ്ഷൻ ബി സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി 168 ദിവസമാണ് ജീവിച്ചിരുന്നത്. അപ്പോൾ നമുക്കറിയാം ഓഗസ്റ്റ് 15 അർദ്ധരാത്രിയിലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓഗസ്റ്റ് 15 കൂട്ടണ്ട. അപ്പോൾ ഓഗസ്റ്റ് 16 ദിവസം തൊട്ട് ഓഗസ്റ്റ് 16 മുതൽ ജാനുവരി 30 വരെ 168 ദിവസമാണ്. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിൽ 168 ദിവസമാണ് ഗാന്ധിജി ജീവിച്ചിരുന്നത്. 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഭൂമധ്യരേഖ, ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ എന്നീ 3 രേഖകളും കടന്നു പോകുന്ന ഏക ഭൂഖണ്ഡം ഏത്? ഓപ്ഷൻ ഡി
ആഫ്രിക്കയിൽ കൂടിയാണ് ഭൂമധ്യരേഖ, ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ എന്നിവ കടന്നു പോകുന്ന ഏക ഭൂഖണ്ഡമാണ് ആഫ്രിക്ക. 25ാമത്തെ ക്വസ്റ്റ്യൻ. വധശിക്ഷ നിർത്തലാക്കിയ തിരുവിതാംകൂർ മഹാരാജാവ് ആര്? ഓപ്ഷൻ ഡി ശ്രീ ചിത്തിര തിരുനാളാണ് വധശിക്ഷ നിർത്തലാക്കിയ തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാൾ. നമുക്കറിയാം തിരുവിതാംകൂറിലെ അവസാന ഭരണാധികാരിയാണ് ശ്രീ ചിത്തിര തിരുനാൾ. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ശ്രീ ചിത്തിര തിരുനാളാണ്. അതുപോലെ തിരുവിതാംകൂറിൽ പബ്ലിക് സർവീസ് കമ്മീഷനും തിരുവിതാംകൂറിൽ PSCയും അതുപോലെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസും ആരംഭിച്ചത് ശ്രീ ചിത്തിര തിരുനാളിൻ്റെ കാലത്താണ്. 26ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കാഴ്ചയെക്കുറിച്ചുള്ള ബോധം ഉളവാക്കുന്ന തലച്ചോറിലെ ഭാഗമേത്? ഓപ്ഷൻ ബി സെറിബ്രമാണ്. കാഴ്ചയെക്കുറിച്ചുള്ള ബോധം ഉളവാക്കുന്ന തലച്ചോറിലെ ഭാഗമാണ് സെറിബ്രം. അപ്പോൾ അതായത് നമ്മുടെ ഭാവന, ചിന്താശക്തി, ബുദ്ധിശക്തി ഇവയെല്ലാം നിയന്ത്രിക്കുന്നത്, അതായത് നമ്മുടെ എല്ലാ ഐച്ഛിക പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് ആരാണ്? സെറിബ്രമാണ്. എന്നാൽ എല്ലാ അനൈച്ഛിക പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് ആരാണ്? മെഡുല്ല ഒബ്ലാങ്കേറ്റയാണ്. എല്ലാ അനൈച്ഛിക പ്രവർത്തനങ്ങളെയും, അതായത് ഹൃദയമിടിപ്പ്, ശ്വാസോച്ഛ്വാസം തുടങ്ങി എല്ലാ അനൈച്ഛിക പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒബ്ലാങ്കേറ്റയാണ്. 27ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏത്? ഓപ്ഷൻ സി മയോളജി അസ്ഥി എന്നതാണ് താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏതാണ്? മയോളജി അസ്ഥി. ബാക്കിയുള്ളതെല്ലാം ശരിയാണ്. റൈനോളജി മൂക്കിനെക്കുറിച്ചുള്ള പഠനമാണ് റൈനോളജി. ട്രൈക്കോളജി മുടിയെക്കുറിച്ചുള്ള പഠനമാണ് ട്രൈക്കോളജി. ഇനി അഡിനോളജിയാണ് ഗ്രന്ഥികളെക്കുറിച്ചുള്ള പഠനമാണ് അഡിനോളജി. ഇനി നമുക്കറിയാം പേശികളെക്കുറിച്ചുള്ള പഠനം അതാണ് മയോളജി. പേശികളെക്കുറിച്ചുള്ള പഠനമാണ് മയോളജി. ഇനി അസ്ഥികളെക്കുറിച്ചുള്ള പഠനം ഏതാണ്? ഓസ്റ്റിയോളജിയാണ്. അസ്ഥികളെക്കുറിച്ചുള്ള പഠനമാണ് ഓസ്റ്റിയോളജി. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് വളരെ ആഴത്തിലുള്ള അറിവുകൾ നമുക്ക് ആവശ്യമാണ്. 28ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഫ്ലോറൻസ് നൈറ്റിംഗേൽ താഴെ പറയുന്നവയിൽ ഏത് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി ക്രിമിയൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഫ്ലോറൻസ് നൈറ്റിംഗേൽ ക്രിമിയൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാം വിളക്കേന്തിയ വനിത എന്നറിയപ്പെടുന്ന ആരാണ്? ഫ്ലോറൻസ് നൈറ്റിംഗേലാണ്. വിളക്കേന്തിയ വനിത എന്നറിയപ്പെടുന്നത് ഫ്ലോറൻസ് നൈറ്റിംഗേൽ. അതുപോലെ ലോകത്ത് നേഴ്സിംഗ് പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരി എന്നറിയപ്പെടുന്നത് ആര് തന്നെയാണ്? ഫ്ലോറൻസ് നൈറ്റിംഗേലാണ്. നേഴ്സിംഗ് പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരി എന്നറിയപ്പെടുന്നത് ഫ്ലോറൻസ് നൈറ്റിംഗേൽ. 29ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഞാൻ എന്തുകൊണ്ട് നിരീശ്വരവാദി, വൈ ഐ ആം ആൻ അഥെയിസ്റ്റ് എന്ന പുസ്തകം രചിച്ചതാര്? ഓപ്ഷൻ എ ഭഗത് സിംഗ് ആണ്. വൈ ഐ ആം ആൻ അഥെയിസ്റ്റ് എന്ന പുസ്തകം രചിച്ചത് ഭഗത് സിംഗ്. അതുപോലെ നമുക്കറിയാം നിരീശ്വരവാദിയായി തീർന്ന വിപ്ലവകാരി ആരാണ്? ഭഗത് സിംഗ് ആണ്. നിരീശ്വരവാദിയായി തീർന്ന വിപ്ലവകാരി ഭഗത് സിംഗ്. 30ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ചതെന്ന്? ഓപ്ഷൻ സി 1949 ജാനുവരി 1-നാണ് റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ചതെന്നാണ്. 1949 ജാനുവരി 1-ന്. അപ്പോൾ ഇനി അതുപോലെ തന്നെ ഇന്ത്യയിൽ റിസർവ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചതെന്നാണ്? 1935 ഏപ്രിൽ 1-നാണ് ഇന്ത്യയിൽ റിസർവ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത്. 1935 ഏപ്രിൽ 1-നാണ്. അതുപോലെ റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള മൃഗം ഏതാണ്? കടുവയാണ്. റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള മൃഗം കടുവയും വൃക്ഷം എണ്ണപ്പനയുമാണ്. 31ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബർമയിലെ റംഗൂണിലേക്ക് നാടുകടത്തപ്പെട്ട മുഗൾ ഭരണാധികാരി ആര്? ഓപ്ഷൻ ഡി ബഹദൂർ ഷാ രണ്ടാമനാണ്. ബർമയിലെ റംഗൂണിലേക്ക് നാടുകടത്തപ്പെട്ട മുഗൾ ഭരണാധികാരിയാണ് ബഹദൂർ ഷാ രണ്ടാമൻ, അല്ലെങ്കിൽ മറ്റൊരു പേര് ബഹദൂർ ഷാ സഫർ. നമുക്കറിയാം 1857 വിപ്ലവത്തിൽ വിപ്ലവകാരികൾ ഇന്ത്യയുടെ ഭരണാധികാരിയായിട്ട് അവരോധിച്ചത് ആരെയാണ്? ബഹദൂർ ഷാ രണ്ടാമനെയാണ്. ബഹദൂർ ഷാ സഫറിനെയാണ് വിപ്ലവകാരികൾ ഇന്ത്യയുടെ ഭരണാധികാരിയായിട്ട് അവരോധിച്ചത്. അപ്പോൾ അദ്ദേഹത്തെയാണ് ബർമയിലെ റംഗൂണിലേക്ക് ബ്രിട്ടീഷുകാർ നാടുകടത്തിയത്, ബഹദൂർ ഷാ രണ്ടാമനെ അല്ലെങ്കിൽ ബഹദൂർ ഷാ സഫറിനെ. 32ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക.
എല്ലാ ലോകകപ്പ് ഫുട്ബോളിലും പങ്കെടുത്ത ഏക രാജ്യം ഏത്? ഓപ്ഷൻ സി ബ്രസീലാണ്. എല്ലാ ലോകകപ്പ് ഫുട്ബോളിലും പങ്കെടുത്ത ഏക രാജ്യമാണ് ബ്രസീൽ. 33ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യൻ ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? ഓപ്ഷൻ സി 280ാം വകുപ്പാണ്. ഇന്ത്യൻ ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് 280ാം വകുപ്പ്. 34ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വാൻഗാർഡ് എന്ന പ്രസിദ്ധീകരണം തുടങ്ങിയത് ആരാണ്? ഓപ്ഷൻ സി എം.എൻ. റോയ് ആണ്. വാൻഗാർഡ് എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആരാണ്? എം.എൻ. റോയ്. 35ാമത്തെ ക്വസ്റ്റ്യൻ. അരുണ രക്താണുക്കളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന അഥവാ പ്രസ്താവനകൾ ഏത്? അപ്പോൾ 1, 2, 3, 4 ആയിട്ട് പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ശരിയായത് ഏതാണോ അതിൻ്റെ ഓപ്ഷൻസ് ആണ് ഉത്തരം. ഓപ്ഷൻ സി 2, 3, 4 എന്നീ പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്കറിയാം ഇവിടെ ആയുർദൈർഘ്യം 10 ദിവസമാണ് അരുണ രക്താണുക്കളുടെ എന്ന് തന്നിരിക്കുന്നു. നമുക്കറിയാം RBCയുടെ അരുണ രക്താണുക്കളുടെ ആയുർദൈർഘ്യം എത്രയാണ്? 120 ദിവസമാണ്. അതായത് രക്തകോശങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള കോശം അരുണ രക്താണുക്കളാണ്. അപ്പോൾ ആയുർദൈർഘ്യം 10 ദിവസം എന്ന് പറയുന്നത് ഇവിടെ തെറ്റാണ്. ഇനി അടുത്തത് നോക്കുക. ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് സംവഹനം നടത്തുന്നു. ശരിയാണ്. അരുണ രക്താണുക്കളാണ് ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് സംവഹനം നടത്തുന്നത് അരുണ രക്താണുക്കളാണ്. മൂന്നാമത്തത് നോക്കുക. മർമ്മം ഇല്ലാത്ത രക്തകോശമാണ് അരുണ രക്താണുക്കൾ. മർമ്മം ന്യൂക്ലിയസ് ഇല്ലാത്ത രക്തകോശമാണ് അരുണ രക്താണുക്കൾ. ഇനി അതുപോലെ അരുണ രക്താണുക്കൾ നശിപ്പിക്കപ്പെടുന്നത് പ്ലീഹയിൽ വെച്ചാണ്. അപ്പോൾ അരുണ രക്താണുക്കൾ നശിപ്പിക്കപ്പെടുന്നത് കരളിലും പ്ലീഹയിലും വെച്ചാണ്. അപ്പോൾ അതുകൊണ്ടാണ് അരുണ രക്താണുക്കളുടെ ശവപ്പറമ്പാണ് പ്ലീഹ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. 36ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. റിസർവ് ബാങ്കിൻ്റെ പിറവിക്ക് കാരണമായ ഹിൽട്ടൺ യങ് കമ്മീഷനെ നിയമിച്ച വൈസ്രോയി ആരായിരുന്നു? ഓപ്ഷൻ ഡി റീഡിംഗ് പ്രഭു ആയിരുന്നു. റിസർവ് ബാങ്കിൻ്റെ പിറവിക്ക് കാരണമായ ഹിൽട്ടൺ യങ് കമ്മീഷനെ നിയമിച്ച വൈസ്രോയി റീഡിംഗ് പ്രഭു. 37ാമത്തെ ക്വസ്റ്റ്യൻ. ഗവർണർ ജനറലായ വാറൻ ഹേസ്റ്റിങ്സുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവന ഏത്? അപ്പോൾ ഒരു 3 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഇതിനകത്ത് നിന്ന് ശരിയായ പ്രസ്താവനകൾ അടങ്ങുന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് എന്നതാണ് ഇവിടുത്തെ നമ്മുടെ ആൻസർ. അപ്പോൾ നോക്കുക. ദ്വിഭരണം നിർത്തലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ദ്വിഭരണം നിർത്തലാക്കിയ ഗവർണർ ജനറലാണ് വാറൻ ഹേസ്റ്റിങ്സ്. അതുപോലെ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഇംപീച്ച്മെൻറ്റിന് വിധേയനായ ഗവർണർ ജനറൽ ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഇംപീച്ച്മെൻറ്റിന് വിധേയനായ ഗവർണർ ജനറലാണ് വാറൻ ഹേസ്റ്റിങ്സ്. അതുപോലെ പിറ്റ്സ് ഇന്ത്യ ആക്ട് പാസ്സാക്കുമ്പോൾ ഗവർണർ ജനറൽ ആരായിരുന്നു? വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു. പിറ്റ്സ് ഇന്ത്യ ആക്ട് പാസ്സാക്കുമ്പോൾ ഗവർണർ ജനറൽ ആയിരുന്നു വാറൻ ഹേസ്റ്റിങ്സ്. പിറ്റ്സ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയ വർഷമാണ് 1784. 38ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ശതവത്സര യുദ്ധം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു? ഓപ്ഷൻ ബി ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലായിരുന്നു. ശതവത്സര യുദ്ധം ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലായിരുന്നു. 39ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യ ആദ്യമായി ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ വർഷമേത്? ഓപ്ഷൻ ബി 2008 ഇന്ത്യ ആദ്യമായിട്ട് വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ വർഷമാണ് 2008. നമുക്കറിയാം വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? അഭിനവ് ബിന്ദ്രയാണ്. വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് അഭിനവ് ബിന്ദ്ര. ഷൂട്ടിങ്ങിലാണ്. അപ്പോൾ 2008 നടന്ന ബെയ്ജിംഗ് ഒളിമ്പിക്സിലാണ് അഭിനവ് ബിന്ദ്ര സ്വർണം നേടിയത്. 40ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഇൻപുട്ടായും ഔട്ട്പുട്ടായും ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഓപ്ഷൻ ഡി ടച്ച് സ്ക്രീനാണ്. താഴെ തന്നിട്ടുള്ളവയിൽ ഇൻപുട്ടായും ഔട്ട്പുട്ടായും ഉപയോഗിക്കുന്ന ഉപകരണമാണ് ടച്ച് സ്ക്രീൻ. നമുക്കറിയാം ടച്ച് സ്ക്രീനിൽ കൂടിയാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഡിസ്പ്ലേ നമ്മൾ കാണുന്നതും ടച്ച് സ്ക്രീനിൽ കൂടെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇൻപുട്ടായും ഔട്ട്പുട്ടായും ഉപയോഗിക്കുന്ന ഉപകരണമാണ് ടച്ച് സ്ക്രീൻ.
ഓക്കെ ഫ്രണ്ട്സ്, അതുപോലെ ഫ്രണ്ട്സ്, ഏതൊരു PSC പരീക്ഷയ്ക്കും നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന രീതിയിൽ kerala-pscwinner.co.in എന്ന നമ്മുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ ക്വിസുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാ PSC പരീക്ഷകൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ക്വിസുകളാണ്. ഈ ക്വിസുകളുടെ വെബ്സൈറ്റ് ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിച്ച് വെബ്സൈറ്റ് ക്വിസുകൾ കൂടി മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക.